ഹലോ ഗൈസ്, ഇന്നൊരു ചെറിയ ട്രാവൽ വീഡിയോ ആണ്. ഉടുപ്പി വരെ പോയാലോ എന്നൊരു ചെറിയ ആഗ്രഹം. കൂടെ ഫ്രണ്ട്സും മുതലാളിമാരും പിന്നെ ഞാനും. അതിനായി നമ്മൾ നേരെ വിട്ടു കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക്. ടിക്കറ്റ് നമ്മൾ ഓൺലൈനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ട്രെയിൻ വരട്ടെ. അങ്ങനെ കുറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ട്രെയിൻ വന്നു. ഇനി ഞാൻ ട്രെയിനിൽ കയറ്റ ബാക്കി കഥ ഉടുപ്പി. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ ഉടുപ്പിയിലെത്തി. ഉടുപ്പിയിലെത്തിയാൽ ആദ്യം കാണുന്ന കാഴ്ചകളിലൊന്നാണ് ഇത്. അങ്ങനെ ഒരു ഹോട്ടൽ കണ്ടു. ഇനി ഒരു ചായ കുടിച്ചിട്ട് വരാം. അങ്ങനെ ചായം കുടിച്ച് നമ്മളൊന്ന് ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങി. അതിനിടയിൽ ഒരു ചെറിയ അമ്പഴവും കുറച്ച് പ്രാക്കളയും കൊണ്ടു. നമ്മൾ വന്നത് ഉടുപ്പി കാണാൻ മാത്രമല്ല, നമ്മുടെ മെയിൻ ലക്ഷ്യം ഇതാ മാൽപ്പേ ബീച്ച്. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ മാൽപ്പേ ബീച്ചിലെത്തി. കാണുന്ന പോലെ നിന്നിട്ടോ നല്ല വെയിലാണ് ഇവിടെ. രാവിലെ എത്തിയുമ്പോൾ തന്നെ ബീച്ചിൽ സെറ്റായി വരുന്നതേ ഉള്ളൂ. ആളുകളും കുറവായിരുന്നു. ഇനി നമ്മൾ പോകുന്നത് സെന്റ് മേരി ഐലൻഡിലേക്കാണ്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് അവിടുത്തെ വർക്കിംഗ് ടൈം. ഒരാൾക്ക് 400 രൂപയാണ് അവിടെ ടിക്കറ്റ് റേറ്റ് വരുന്നത്. നമ്മൾ 6 ടിക്കറ്റ് എടുത്ത് ബോട്ടിലേക്ക് കയറാൻ നിൽക്കുകയാണ്. ബോട്ടിൽ ചെരുപ്പിടാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരും കൈ പിടിച്ചാണ് ബോട്ടിലേക്ക് കയറുന്നത്. അങ്ങനെ ബോട്ട് കയറി ലൈഫ് ജാക്കറ്റ് ഇട്ട് ഓരോ സീറ്റിൽ ഞങ്ങൾ ഇനി പുറത്തെ കാഴ്ചകൾ കൂടി കാണട്ടെ. മാൾപ്പേ ബീച്ചിൽ നിന്ന് ഒരു 20 മിനിറ്റ് ബോട്ട് യാത്ര കൂടിയുണ്ട് നമ്മുടെ സെന്റ് മേരി ഐലാൻഡിലോട്ട്. അങ്ങനെ ഞങ്ങൾ സെന്റ് മേരി ഐലാൻഡിലെത്തി. ഇവിടെ നല്ല മുട്ടം കാറ്റ് വെയിലായിരുന്നു. എന്നാൽ വന്നതല്ലേ എന്ന് ഓർത്ത് ഞങ്ങൾ മൊത്തമൊന്ന് കറങ്ങി. നല്ല ഫോട്ടോ ഫ്രെയിമിന് മറ്റേ കിട്ടും. ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ. പിന്നെ ഇവിടുത്തെ വെള്ളം പറയാതിരിക്കാവില്ല, നല്ല ക്ലിസ്റ്റർ ക്ലീൻ വാട്ടർ. ഇത് നമ്മുടെ എൻട്രൻസിന്റെ നേരെ എതിർവശമാണ്. ഇവിടെ നല്ല സ്പോട്ടാണ്. കുട്ടികൾക്ക് ചാടാനും നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു ഏരിയയാണ്. പിന്നെ ഞാനൊരു സാധനം കാണിച്ചിട്ട് ഞാൻ അതുകൂടെ നടന്നു പോയപ്പോഴാണ് ജസ്റ്റ് ഒന്ന് കണ്ടത്. നോക്ക്, മണലാണെന്ന് വെച്ച് കൈ പിടിച്ചാണ് കുറേ ഷെല്ലുകൾ നമുക്ക് അക്വാറിയത്തിടാൻ പറ്റിയ അതേ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ച പോലെ. അതിനിടയിൽ ഒരു കുഞ്ഞു മീനിനെയും കൊണ്ട് ഇനി നമുക്ക് അല്പം മ്യൂസിക്കാവാം. ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാണ്ട. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബോട്ടിലേക്ക് കയറി. അങ്ങനെ അൻവറും നജീക്കയും ഫായിസും കൂട്ടത്തിൽ ഞാനും ദീപിനോട് ഇവിടെ പറഞ്ഞിറങ്ങി. ബൈ ബൈ ദീപേ. അങ്ങനെ നമ്മൾ വീണ്ടും മാൽപ്പേ ബീച്ചിൽ തിരിച്ചെത്തി. ഇപ്പോഴും ചൂടിനൊരു കുറവന്നിട്ടില്ല, നല്ല ചൂടാണ്. പക്ഷേ ഇവിടുത്തെ വെള്ളത്തിന് ഭയങ്കര തണുപ്പ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വെള്ളത്തിൽ കുറേ നേരം സ്പെൻഡ് ചെയ്തു. അങ്ങനെ അവസാനം ക്ഷീണിച്ച് ഒരു മൂലക്കിലായി. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.